പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ചെടികളൊക്കെ അങ്ങനെ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ മാറ്റി ഫുള്ള് ചെടികൾ ഒരു സൈഡിലേക്ക് ആക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ഒരുപാട് ആളിലേക്ക് എത്താൻ അതൊരു സഹായമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കാണുമ്പോൾ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ആ ബെല്ലൈക്കണൊന്ന് പിന്നെ ഇത് ലൈക്ക് ബട്ടൺ ഒന്ന് എന്താണ് തൊട്ട് കൊടുത്തോ ആദ്യം. വലിയൊരു ഇതൊന്നുമില്ല, അത് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ചെയ്യുക കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ പിന്നെ ആമ്പൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആമ്പൽ കുളത്തിൽ ഇന്ന് ഇതിൽ 2 പൂവും മറ്റേതിൽ 2 പൂവാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ 5 പൂവ് വരെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നിറയെ പൂക്കളാണ് കേട്ടോ. എണ്ണയിൽ തുടങ്ങാത്ത അത്ര പൂക്കൾ ഇതിലുണ്ട്. പിന്നെ നമ്മൾ വളം ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ പൂക്കളിങ്ങനെ ഇതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊന്നും കാണാതെ ഇങ്ങനെ പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങി നിൽക്കുക. അപ്പോൾ നമ്മളത് നേരം വെളുത്തപ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് വരണുള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് വരും. അതുപോലെ തന്നെ ഈ ചെടി കണ്ടില്ലേ, ഇതൊരു പിന്നെ ഇലച്ചെടിയാണിത്. നല്ല ഇടയിലിങ്ങനെ ഭംഗിയുള്ള പിന്നെ പച്ച ഇലയുണ്ട് കേട്ടോ. അത് അധികം നമ്മൾ പിന്നെ ഈ മോൾ ഭാഗം ഇങ്ങനെ പിന്നെ കളറായിട്ടാണ് വരുന്നത്. മോൾ ഭാഗം നല്ല മഞ്ഞയും ഉൾഭാഗം ഇങ്ങനെ പച്ചയായിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, നമുക്ക് പിന്നെ ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇട്ട് വേര് പിടിപ്പിക്കാൻ പറ്റിയൊരു ചെടിയാണിത്. അതുപോലെ തന്നെ നമ്മളിവിടെ ചീര പിന്നെ നല്ല ഉഷാറായിട്ടുണ്ട്. നല്ല പിന്നെ കളറാണ് കേട്ടോ ഈ ചീരൻ്റെ. ഇത് കണ്ടില്ലേ, നല്ല ചുവപ്പ് കളറ്, വയലറ്റ് കളറാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലാത്താങ്കര ചീര പറഞ്ഞാൽ അതിൻ്റെ ഒരു വിത്ത് ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ചീര പിന്നെ തീരുമ്പോൾ പിന്നെ അതാവും ഇവിടെ കൃഷി ചെയ്യുക കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു ചീര ഇവിടെ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇൻ്റർലോക്കിൻ്റെ ഇടയിലാണ് കേട്ടോ. കണ്ടി, അത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, അതങ്ങനെ അവിടെ നിർത്തിയിരിക്കണം. അപ്പോൾ അത് ഇനി നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഈ ബോഗൺവില്ലൊക്കെ നല്ല പൂക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ഈ ഒരു സൈഡിലേക്കാണിത് വെച്ചിട്ടുള്ളത് കേട്ടോ. ചെടികൾ ഫുള്ള് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ വെച്ചതാണ്. പിന്നെ വലിയ പിന്നെ വലിപ്പമുള്ള ചെടികളൊക്കെ ഫസ്റ്റ് ലൈനിലും അല്ലാത്ത 2ാമത്തെ ലൈനിലാണ് വെച്ചത് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഈ ഇതിൽ ഓലച്ചെടികൾ ഈ തുണ്ടിന് നേരെ ഇങ്ങനെ അത് ഒന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരേ ചെടി നമ്മൾ ഒരേ ഡിസൈനിൽ വെക്കുമ്പോൾ നമുക്ക് ഒരു കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ആ പൈപ്പിലൊക്കെ കണ്ടില്ലേ, ഇത് പൈപ്പിൽ നിറച്ച് പുല്ലുകളാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓരോ ചെടി ഇങ്ങനെ പിന്നെ നിരത്തി ഇങ്ങനെ വെക്കുമ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതേമാതിരി ആ കുളത്തിൻ്റെ ഒരു ഇത് ഒന്നായിട്ട് ആ കളറൊക്കെ കാണുമ്പോഴും അതിലുള്ള ചെടികളൊക്കെ നമുക്ക് നല്ല ഭംഗിയുണ്ട്. അതായത് പുല്ല് ഡെയിലി നനയ്ക്കണുണ്ട് കേട്ടോ. പുല്ല് നനച്ചില്ലെങ്കിൽ അത് പിന്നെ ഇങ്ങനെ ഒരു കളർ മാറ്റം ഇങ്ങനെ വരുന്നുണ്ട്, ഒരു ബ്രൗൺ കളറായി ഇങ്ങനെ വരും. അപ്പോൾ നമ്മളത് പുല്ലൊക്കെ നല്ല പിന്നെ ഉഷാറാകുന്നുണ്ട്. പുല്ലിന് എന്നും നനക്കണം ഈ പുല്ലിന് കേട്ടോ. നമ്മൾ പുല്ലാണ് കരുതിയിട്ട് അങ്ങനെയാണ്ട് പിന്നെ ഒഴിവാക്കരുത്. പുല്ലിൻ്റെ അടിയിലുള്ള ആ ചെടികളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. ആ ഒരു വള്ളിച്ചെടി മൈമ പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതുവരെ അത് പൂവിട്ടിരുന്നില്ല. പിന്നെ നമ്മളിവിടെ മുൻഭാഗത്ത് കണ്ടില്ല, റോസ് പൂവിട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ യൂഫോർബിയ ഉണ്ട്, പിന്നെ പൂവിട്ടിട്ടുണ്ട്. അതുപോലെ ഈ പൂച്ചെടി കണ്ടില്ലേ, മഞ്ഞ പൂച്ചെടി, ഇവിടെ തെച്ചി ഒരു റോസ് കളറ് തെച്ചിണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഒരു കാവി കളറ് തെച്ചിണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇവിടെ ഈ ഇലച്ചെടി ഈ യൂഫോർബിയൊക്കെ നല്ല ഇതായിട്ട് പൂവിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിതൊക്കെ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പിന്നെ മാറ്റി വെച്ചിരിക്കുകയാണത്. പിന്നെ ഓരോ ഭാഗത്ത് നമ്മൾ
ഇത് കണ്ടില്ല. ഈ ഒരു ചെടിയാണെങ്കിൽ നമ്മളിതിങ്ങനെ മാറ്റി വെക്കുമ്പോൾ നമുക്ക് കാണാൻ ഇങ്ങനെ ഒരു എന്നും ഒരേ ഇത് നമ്മളിങ്ങനെ കണ്ട് മടുക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെടിയൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയാവും കേട്ടോ. അതുപോലെ തന്നെ ഈ പൂവുള്ള ചെടിയൊക്കെ പൂ കാണുന്ന ഭാഗത്തേക്കൊന്ന് ഇതുപോലെ ഒന്ന് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ നല്ലൊരു ഭംഗിയായിക്കാരം കേട്ടോ. നമ്മൾ ഈ ചെടി വെക്കുമ്പോൾ ഈ പൂവുള്ള ഭാഗത്തോണ്ട് നമ്മൾ ഈ കാണുന്ന ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നാലും അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഈ ഓരോ ഭാഗത്ത് നമ്മൾ ഓരോ ചെടികൾ വെക്കുമ്പോൾ അതിൻ്റെ കറക്റ്റാക്കിയിട്ട് വെക്കുക. നല്ല ഡിസൈനിൽ നമ്മൾ നല്ല സെറ്റ് ചെയ്തിട്ട് വെക്കണം കേട്ടോ. കണ്ടില്ല. അപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ഈ പിന്നെ പുല്ലൊക്കെ നമ്മൾ എന്നും നനക്കണതുകൊണ്ടാണ് ഇത്ര ഉഷാറാവുന്നത് കേട്ടോ. ഇത് പറ്റുന്ന തീരെ ഒരു ഇതില്ലാതെ ഇങ്ങനെ വന്നു. ഇവിടെ നമ്മൾ ഇതുവരെ കള പറിച്ചിട്ടില്ല. ഈ ഒരു കുറച്ച് ഒരു ഭാഗത്തിൽ നമ്മൾ കള പറിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ലെവലാക്കി എടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ പൈപ്പ് ഉണ്ടല്ലേ, ആസ്പെറ്റോസിൻ്റെ പൈപ്പ്, ഇതുപോലുള്ള പിന്നെ പുല്ലുകളാണ് അതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ പുല്ല് നമ്മൾ നിറയെ ഇങ്ങനെ അതിൻ്റെ ഈ ഓരം ചേർന്ന് ഇങ്ങനെ വെച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ആല് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് അല്ലാതെ നമ്മൾ കാനലാക്കിയിട്ട് നിർത്തണില്ല. അല്ല തണലുണ്ടെങ്കിൽ നമുക്ക് ഈ പുല്ല് പിന്നെ വളർച്ചയ്ക്ക് ബാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുല്ലിൻ്റെ പിന്നെ ഇതും കൂടി നോക്കിയിട്ടാണ് നമ്മളിത് വളർത്തുന്നത്. ഇവിടെയും കള പറിച്ച് ചീര ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ നന്നാവണില്ല. നമ്മളിതിന് വളം ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ച് ലെവലാക്കി എടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ വെള്ളം ചാടുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, ഇതൊന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് ബ്ലാക്ക് കളർ ഒരു പാറൻ്റെ കളറൊക്കെ ആക്കിയെടുത്തിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ച് ലെവലാക്കണം. അതുപോലെ തന്നെ ഈ തെച്ചിൻ്റെ കുറച്ച് കൊമ്പുകൾ വെട്ടാനുണ്ട്. അപ്പോൾ അത് വെട്ടാൻ നമുക്ക് പിന്നെ എപ്പോഴും ഇതിന്മേൽ പൂവാണ്. അപ്പോൾ നമുക്കത് വെട്ടൽ നടക്കണില്ല. അപ്പോൾ നമ്മൾ ആ പൂവിൻ്റെ ഇത് നിലനിർത്തിയിട്ട് തന്നെയാണ് പിന്നെ വെട്ടാതെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു അഭംഗി ഉണ്ടെങ്കിലും ഇതിൻ്റെ ഇതൊക്കെ നമ്മളൊന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും വേണ്ടൊന്ന് കുലുക്കിയാലും അതിൻ്റെ അത് പോകട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇത് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണില്ലേ. ഈ പൂവ് തീർന്നാൽ അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കലായിരുന്നു. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു കാണാൻ ശരിക്കൊരു ഭംഗിയില്ലാതെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം പിന്നെ കാരണം എന്താണോ, നമ്മളത് ഇപ്പോൾ അതിന്മേൽ കുറച്ച് തൈകൾക്കുള്ള കമ്പ് എടുക്കണം. അപ്പോൾ കുറച്ച് ആ മുകൾ ഭാഗം ഒന്ന് വളരട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ കട്ട് ചെയ്യാതെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ വേറെ മടിച്ചിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ അതിൻ്റെ തൈകൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നിറയെ തൈകളാണ്. ഇതൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ കായ വീണ് മുളച്ചതാണ് കേട്ടോ. പറിച്ചെടുത്ത് നമുക്ക് പിന്നെ ഒരു ചട്ടിയിൽ പിന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ല, പൂവിടുന്നുണ്ട്. ഇത് ഈ തൈയൊക്കെ പൂവിടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ അടുത്ത് പൂവിടും. അപ്പോൾ നമ്മൾ ആ പൂവിടുന്ന ആ സമയമാകുമ്പോഴത്തേന് നമ്മളിതൊക്കെ പറിച്ച് അതിൻ്റെ മുൻപ് തന്നെ പിന്നെ ഇത് ഒരു ചട്ടിയിൽ ചെറിയ ചട്ടികളിലാക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അപ്പോൾ അത് നല്ല കാണാൻ ഭംഗിയുള്ള ചെറിയ ചട്ടിയിൽ നിന്ന് തന്നെ പൂവിടുന്ന ഒരു ചെടിയായിട്ട് ഇങ്ങനെ മാറും. പിന്നെ ഈ ഒരു വള്ളിക്ക് പൂവ് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതിങ്ങനെ വള്ളിൻ്റെ പൂക്കൾ ഇവിടെയൊക്കെ നിറയെ പൂക്കൾ വരുന്നുണ്ട്. ഇങ്ങനെ ആയി വരണുള്ളൂ. അപ്പോൾ നമ്മളത് തീരെ പൂവിടാത്തൊരു ചെടിയാണെന്ന് കരുതിയിട്ട് നമ്മൾ ആ വള്ളിൻ്റെ സൗന്ദര്യത്തിന് ഇങ്ങനെ കട്ടാക്കി നിർത്തിയാണ്. പക്ഷേ ഈ പൂവ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ പൂവ് വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കട്ട് ചെയ്യൽ നിർത്തിയിട്ടോ. അപ്പോൾ ഇനി ആ പൂവ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇതിനെ പൂവ് തീർന്നിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുള്ളൂ. അല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആ പൂക്കൾ പിന്നെ വരുന്ന ആ ഭാഗം അങ്ങനെ മുറിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ പൂക്കൾ വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ ഇതൊക്കെ ഇതിലൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പൂക്കൾ വരുന്ന അത് അങ്ങോട്ട് മുറിഞ്ഞു പോയിട്ട്, അതുകൊണ്ടാണ് നമ്മളിത് ഇപ്പോൾ കട്ട് ചെയ്യാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, ഈ നിലത്ത് ഇങ്ങനെ വരുന്ന ഈ ഭാഗത്തൊക്കെ പൂക്കളാണിത്. ഇതൊക്കെ പൂവാണ് വരുന്നത് കേട്ടോ, മൊട്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ അടിഭാഗം കണ്ടില്ല, ഇവിടെയൊക്കെ മൊട്ട് വരുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ മൊട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്യാതിരിക്കുന്നത്. അല്ലാതെ മടിച്ചിട്ടൊന്നുമല്ല കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ പിന്നെ ഈ റിങ്ങിലുള്ള പിന്നെ
ഇത് പിന്നെ പുല്ല് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതുപോലെ തന്നെ ഈ ബോഗൺവില്ല ഈ ഒരു ഭാഗം സൈഡ് നമ്മൾ ഇപ്പോൾ ആ ഭാഗത്തേക്ക് പിന്നെ കാണിക്കുക, വീഡിയോ വല്ലാതെ ലെങ്ത്തായി പോകും എന്ന് കരുതിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഭാഗം ഇപ്പോൾ എടുക്കാത്തത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ പിന്നെ ഇതുണ്ടല്ലേ, ഈ ആമ്പൽ നല്ല തൈകൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ആമ്പൽ നമുക്ക് നല്ല തൈകൾ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ ഒരു ചെടി നമുക്ക് പറിച്ച് നടണം കേട്ടോ. ഇത് പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗവും ഈ റെഡ് പ്ലാന്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞാൽ ഒരു 2 കമ്പ് നിർത്തിയിട്ടാവണം കട്ട് ചെയ്യുന്നത്. ആ ഭാഗത്തേക്കൊക്കെ നമ്മളിങ്ങനെ പിടിപ്പിച്ച് ഇങ്ങനെ വരണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം നമുക്കിപ്പോൾ ഇത് പിന്നെ ചുറ്റുഭാഗം നമുക്കിപ്പോൾ ഇത് ചെയ്യേണ്ട ഇതായിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഈ ഇത് കണ്ടില്ലേ, ഈ പിന്നെ ഇതിലുള്ളത് ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല പിന്നെ ഇതായിട്ട് വിരിയുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോ പിടിക്കാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ചെറിയ മുട്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് അത് വിരിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് അതിൻ്റെ ഇടയിലൊന്ന് ഉൾപ്പെടുത്തിയുള്ളൂ. പിന്നെ ഇതിവിടെ നിലത്ത് നമ്മളിത് ചെയ്തതാണ് കേട്ടോ. ഇതിനും വേണമെങ്കിൽ ഒരു റിങ് ഇങ്ങനെ വെച്ച് ഒന്ന് പിന്നെ ഭംഗിയാക്കി എടുക്കാമെന്നുണ്ട്. പിന്നെ അത് കണ്ടില്ലേ, നമുക്ക് പിന്നെ വേണമെങ്കിലൊന്ന് ഭംഗിയാക്കി എടുക്കാം അതിന് റിങ്ങൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല. ആ പുല്ലൊന്ന് കറക്റ്റായി വളർച്ച ഇങ്ങനെ ഇതാകുമ്പോൾ മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ പെട്ടെന്ന് പോയി ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ മണ്ണിൻ്റെ അതിൽ കൂടെ പുല്ല് പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ പുല്ല് ഇപ്പോൾ ഒന്നും ചെയ്യാതെ അങ്ങനെ നിർത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കതിപ്പോൾ നല്ല ഭംഗിയാക്കിയിട്ട് വേണമെങ്കിൽ നിർത്താമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ പേരറിയില്ല, അത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഈ പിന്നെ അതുപോലുള്ള പച്ച ഈ ചെടി ഇങ്ങനെ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് ഒതുക്കി കൊടുക്കണം. അതുപോലെ തന്നെ ഈ ചെടീൻ്റെയും നമ്മളൊരു കുറ്റി അടിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഇത് അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് അടിഭാഗം കെട്ടിയിട്ട് വലിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അപ്പോൾ ഇവിടെ ഈ ഒരു തണലില്ലാതെ ഇരിക്കാൻ അത് ഒരു കാരണമാവും. നമുക്ക് അതുകൊണ്ട് പിന്നെ ഒന്നങ്ങോട്ട് കെട്ടി ഒതുക്കി നിർത്തും. കണ്ടില്ലേ, വീഡിയോ പിടിക്കുമ്പോഴൊന്നും ഇതൊന്നും വിരിഞ്ഞിരുന്നില്ല കേട്ടോ ഫസ്റ്റ്. ഇപ്പോൾ അതിങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് നമ്മൾ വീഡിയോ പിടിക്കാൻ തുടങ്ങിയപ്പോൾ. പിന്നെ ഈ ഓരോ തൂണിലും നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് PVC അല്ല, ആസ്പെറ്റോസിൻ്റെ പൈപ്പാണ്. ഇതൊരു 1.5 അടി താഴേക്ക് പിന്നെ ഇതാക്കി. എന്നിട്ട് നമ്മൾ ഇതിലൊരു ഇരുമ്പിൻ്റെ കമ്പിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പിന്നെ മരക്കഷ്ണമൊക്കെ ഇട്ട് അടിച്ച് താത്തിയിട്ട് അതതിൻ്റെ ഉള്ളിലാക്കിയിട്ടാണ് നമ്മളിത്. എന്നിട്ട് മണ്ണ് കുറച്ചിട്ട് നല്ല ഉറപ്പിച്ചിട്ട് ആണ് ഇത് നിർത്തിയിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഫുള്ള് മണ്ണാണ് ഈ പൈപ്പിൽ. അപ്പോൾ ഇതിൻ്റെ വേരിപ്പോൾ നമുക്ക് ഇങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ അടിഭാഗത്തേക്ക് അങ്ങോട്ട് പോയിക്കോളും വേര് ഇറങ്ങുകയാണെങ്കിൽ. പിന്നെ അപ്പോൾ പിന്നെ നല്ല വളർച്ച ഉണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതാക്കി വെച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൈപ്പ് ഒരു 8 പൈപ്പാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഈ 8 പൈപ്പിലും വേറെ പല ചെടികളായിരുന്നു. അപ്പോൾ നമ്മളത് ഇപ്പോൾ കാണാൻ ഒരു ഭംഗിയില്ല, പല ഇതുമായിട്ട് ഇങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയത് പിന്നെ ഇതുണ്ടല്ലേ, ഇതിലൊക്കെ ഇതിൻ്റെ പ്രശ്നം ഇത് ഈ പൂക്കൾ ഉണ്ടാവണതാണ് കേട്ടോ. ഞാൻ ഈ പൂക്കളുള്ളതൊക്കെ ഇങ്ങനെ നുള്ളിയിട്ട് കൊടുക്കും. എന്നിട്ടൊന്ന് ഇങ്ങനെ തട്ടി കൊടുത്താൽ ആ പിന്നെ പഴയ ഇതുണ്ടല്ലോ, ആ കറുത്ത ഇല, ഉണങ്ങിയ ഇലകളൊക്കെ ഒന്ന് അങ്ങോട്ട് പോകും. എന്നിട്ട് ഇങ്ങനെ തട്ടിയൊന്ന് ഉഷാറാക്കി കൊടുക്കലാണ് ഈ കറുത്ത ഇലകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. വേണ്ടില്ല, ഇവിടെയൊക്കെ കറുത്ത ഇലകൾ അതൊക്കെ നമ്മൾ കണ്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് വേണ്ടില്ല, ഇത് 8 പൈപ്പുമ്പിലും നമ്മൾ ഈ പുല്ല ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പല കളറുണ്ടായിരുന്നു, പല കളർ ചെടി ഉണ്ടായിരുന്നു. ഈ ഓലച്ചെടിയൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ അതിന് മാറ്റിയിട്ട് നമ്മളൊരു ഈ ഫുള്ള് ഈ പുല്ലാണ് ഇത് വെച്ചത് ഈ പൈപ്പിൽ കേട്ടോ. നിങ്ങൾക്ക് ചെയ്യേണ്ട പിന്നെ അതേ ഉള്ളൂ. ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ കേട്ടോ. വേണ്ടില്ല, നമുക്ക് ഇതിന്മേൽ നല്ല ഭംഗിയായിട്ട് ഇത് നമുക്ക് ഇടയ്ക്കൊന്ന് ഇതിൻ്റെ ഇത് ഒന്നിങ്ങനെ തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പഴയ ഇതുണ്ടല്ലോ ഉണങ്ങിയ ഇലകളൊക്കെ ഒന്നാണ് പോവും. അതുപോലെ തന്നെ ആ കരിഞ്ഞ പൂവൊക്കെ ഇതിങ്ങനെ തട്ടി കൊടുക്കാൻ പറ്റും.
കൈയായിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അത് കണ്ടില്ല, അപ്പോൾ ഇങ്ങനെ അടിഭാഗത്ത് ഇതുണ്ടില്ല, ഇതിങ്ങനെ വീണ് ഈ ഉണങ്ങിയ ഇലകളൊക്കെ അങ്ങനെ വീണ് പോയിക്കോളും. ഇത് നമ്മളിങ്ങനെ തട്ടി കൊടുക്കുക. അത് ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് ചെയ്താൽ മതി. എന്നും ഇങ്ങനെ ചെയ്യൊന്നും വേണ്ട കേട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഉഷാറാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, നല്ല ഭംഗിയില്ല അത് കാണാൻ. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യട്ടോ. ഇതിൻ്റെ ഒരു ഫുള്ള് വീഡിയോ ഞാൻ കുറച്ച് 2-3 മാസം മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ പെയിൻ്റ് അടിക്കണതും കട്ട് ചെയ്യണതും അതുപോലെ തന്നെ അത് പിന്നെ മണ്ണ് നിറക്കണതും ചെടി നടണമൊക്കെ എല്ലാവരും പിന്നെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് 8 പൈപ്പാണ്. അപ്പോൾ 8 പൈപ്പ് പറഞ്ഞാൽ 2 വലിയ പൈപ്പ് മുറിച്ചിട്ടാണ് ഒന്ന് പിന്നെ 3 കഷ്ണാക്കി. പിന്നെ നമ്മളെ അടുത്ത് വേറെ ഒന്നും ഉണ്ടായില്ല. 3 പൈപ്പാണ് കേട്ടോ. 9 കഷ്ണമാണ് കിട്ടിയത് നമുക്കിതിൽ, പിന്നെ 3 പൈപ്പിൻ്റെ. അപ്പോൾ ഏകദേശം ഒരു പിന്നെ 1.25 മീറ്റർ ആയിട്ടാണ് ഇത് മുറിച്ചത്. അങ്ങനെ 9 പൈപ്പ് കിട്ടി. ഒരു പൈപ്പിൻ്റെ കഷ്ണം പൊട്ടിയതാണ് കേട്ടോ. അല്ല, ഒന്ന് പൊട്ടിയത് കൊണ്ട് എന്നിട്ട് 9 നമ്മളെ അടുത്ത് ഇത് ഉണ്ട് കേട്ടോ. അത് പിന്നെ ഇത്ര കറക്റ്റ് ഞാൻ ഒന്ന് എണ്ണി നോക്കിയിട്ട് പറയട്ടോ. 8 പൈപ്പാണ്. ആ ഒരു കഷ്ണം പൊട്ടിപ്പോയതാണത്. അത് ഒന്ന് നമ്മളടുത്ത് പൊട്ടിന് 9 പൈപ്പ്, അത് വേറെ ചെറിയൊരു കഷ്ണം ഉണ്ടായതായിരുന്നു. അങ്ങനെ അത് സംഭവിച്ചു. സോറി, സംസാരം വേറെ ദിശയൊക്കെ പോയതിൽ ക്ഷമ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും കേട്ടോ. അതുപോലെ നിങ്ങളതിന് വിലപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. പിന്നെ അതിലുപരിയൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾ പല ആൾക്കാരിലേക്ക് എത്താനും അതൊരു സഹായമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്നാണ്ട് ലൈക്ക് ചെയ്താൽ മതി, പിന്നെ മറന്നു പോകില്ലല്ലോ. ഈ വീഡിയോ ഞാനിനി വല്ലാതെ നീട്ടിക്കൊണ്ട് പോകണില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കണ്ടില്ല, ഇതൊക്കെ ഈ പൂവ് പിന്നെ പഴയ പൂവൊക്കെ ഇങ്ങനെ പോകാൻ നമുക്ക് ഇങ്ങനെ അത് കുലുക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അടിഭാഗത്ത് നോക്കണം, കണ്ടില്ല, ഇതൊക്കെ ഇങ്ങനെ ചാടി പോവാണ് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ പിടിച്ച് കുലുക്കിയാൽ മതി. ഈ പൂവ് തീർന്ന പൂവ് ഇത് ഒരു ഭംഗി കുറവാണല്ലോ ഈ പിന്നെ ഉണങ്ങിയ പൂവുള്ളത്. നമ്മൾ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് കട്ട് ചെയ്യാത്ത നമ്മൾ ഒന്ന് കുറച്ച് തൈകൾ എടുക്കണം എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ടില്ല, അപ്പോൾ അതിൻ്റെ പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പൂക്കളൊക്കെ ചാടിയതാണിത്. ഇത്രയും പൂക്കൾ, ഇത് നല്ല പൂക്കളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പിന്നെ കണ്ടില്ല, ഇവിടെ നമ്മളൊരു പാറ ഉണ്ടാക്കിയത്, ഇത് അതിന് പുല്ല് മൂടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിനി പിന്നെ പെയിൻ്റ് അടിക്കുമ്പോൾ നമ്മളിത് പിന്നെ കട്ട് ചെയ്ത് പിന്നെ പുല്ല് കട്ട് ചെയ്തിട്ട് കാണുന്ന രൂപത്തിലാക്കും കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഒരു ചെറിയ പാറകളുണ്ടാക്കുക, പുല്ല് മൂടി പോയതാണ്. അപ്പോൾ നമുക്ക് ഈ പിന്നെ ഇത് തെച്ചിങ്ങനെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. നമ്മൾ തൈ ഉണ്ടാക്കാത്തതുകൊണ്ട് വെട്ടണില്ലെങ്കിൽ നമുക്ക് കുലുക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഇവിടെ ഈ വള്ളിച്ചെടി ഉണ്ട് കേട്ടോ. വള്ളിച്ചെടി പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ വള്ളിച്ചെടിൻ്റെ ഇവിടെ ഈ മോൾ ഭാഗത്താണ് നനച്ച് കൊടുക്കൽ കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു പൈപ്പിൻ്റെ ഒരു ഭാഗം വരുന്നത്. കാണുന്നുണ്ടോയെന്നറിയില്ല. പൈപ്പിൻ്റെ ഭാഗം ഈ ഭാഗത്താണ്, മുകളിലാണ് വരുന്നത്. അവിടെയാണ് നമ്മളതിൻ്റെ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അടിയിലും നമുക്ക് നനച്ച് കൊടുക്കാം. ഇതിൻ്റെ വേരൊക്കെ നല്ല പടർന്ന് പന്തലിച്ചുണ്ടാകുന്ന വേരുകളാണ്. അതുകൊണ്ട് നമുക്ക് അടിയിലും നമ്മൾ നനച്ച് കൊടുക്കലുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇതിപ്പോൾ 2 നേരം നനയ്ക്കുന്നുണ്ട്. കാരണം പൂവ് വരാനായതുകൊണ്ട് നമ്മൾ 2 നേരം നനച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്. പിന്നെ ഇവിടെ ഈ മുകൾ ഭാഗത്തൊക്കെ പൂക്കൾ ഇതുണ്ടില്ലേ, ഇവ മൊട്ട് വരികയാണ്. ഇതും മൊട്ട് വരികയാണ്. പിന്നെ എൻ്റെ ഈ മുകൾ ഭാഗത്ത് ഈ ഭാഗത്ത് ഇവിടെ മൊട്ട് വരുന്നുണ്ട്. മൊത്തത്തിൽ ഇത് പിന്നെ മൊട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഒരു 10-15 ദിവസം കൊണ്ട് ഇത് നല്ലൊരു ഓറഞ്ച് കളറിലുള്ള ഒരു പൂവിൻ്റെ ഒരു ബൊക്കെ പോലെ ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണില്ല. ഈ വീഡിയോ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.
അതുപോലെ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.